എല്ലാ യൂട്യൂബ് എടുത്തു നോക്കുക, എല്ലാ ടിക്ടോക്കിൽ നിന്ന് എടുത്തു നോക്കുക, എല്ലാ യൂട്യൂബ് ഷോർട്ടുകൾ എടുത്തു നോക്കുക, അതിലൊക്കെ ഓരോരോ ദിക്റുകൾ ഉണ്ടാവും. ഇതൊക്കെ ഓതാൻ നിന്നാൽ പഠിക്കാൻ നേരം ഉണ്ടാവില്ല, സ്കൂളിൽ പോകാൻ നേരം ഉണ്ടാവില്ല, കോളേജിൽ പോകാൻ നേരം ഉണ്ടാവില്ല, കുടുംബക്കാരെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ നേരം ഉണ്ടാവില്ല, ഗസ്റ്റിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഇത് ചൊല്ലി തീരണ്ടേ? പ്രയോറിറ്റൈസ് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ആധികാരികത. യൂട്യൂബ് എടുത്തു നോക്കുക, എല്ലാ ടിക്ടോക്കിൽ നിന്ന് എടുത്തു നോക്കുക, എല്ലാ യൂട്യൂബ് ഷോർട്ടുകൾ എടുത്തു നോക്കുക, അതിലൊക്കെ ഓരോരോ ദിക്റുകൾ ഉണ്ടാവും. ഇതൊക്കെ ഓതാൻ നിന്നാൽ പഠിക്കാൻ നേരം ഉണ്ടാവില്ല, സ്കൂളിൽ പോകാൻ നേരം ഉണ്ടാവില്ല, കോളേജിൽ പോകാൻ നേരം ഉണ്ടാവില്ല, കുടുംബക്കാരെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ നേരം ഉണ്ടാവില്ല, ഗസ്റ്റിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഇത് ചൊല്ലി തീരണ്ടേ? പ്രയോറിറ്റൈസ് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ആധികാരികതയില്ലാത്ത കുറേ കിതാബിലുണ്ട് എന്ന് പറയുന്ന ആ കിതാബിൽ ഇപ്പം പല ആളുകൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വരും, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ നബി തങ്ങൾ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ് ഹദീസ് നടിയിൽ. പക്ഷെ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു എന്നത് ഉറപ്പന്നെയാണോ? ഏത് ഹദീസ് പണ്ഡിതനാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തത്? അതോടെ കൊടുക്കൂല. ഇത് എവിടെ ഉണ്ട് ഹദീസ്? ആ ഹദീസ് സ്വഹീഹ് തന്നെയാണോ, മൗദൂ ആണോ, വേറെ ഏതെങ്കിലും കുഴപ്പങ്ങളുള്ള ഹദീസാണോ, ദുർബലമാണോ, എന്താണ് ആ ഹദീസിൻ്റെ വകുപ്പ് എന്നറിയാതെ അങ്ങനെ ആളുകൾ എന്തെങ്കിലും അങ്ങനെ എഴുതി വിടും. ഇപ്പം ചിലതൊക്കെ അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങളായിരിക്കും. പിന്നെ ഇപ്പോൾ ദിക്റല്ലേ, അള്ളാഹിനെ കുറിച്ച് ഓർക്കല്ലേ, കൂലി കിട്ടും. പക്ഷെ ആ ഹദീസാവണമെന്നില്ല, ആധികാരികതയുള്ളതാവണം. ആധികാരികമായി വന്ന എത്രയോ ഹദീസുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനുണ്ട്. അതൊന്നും നമ്മൾ കാണാതെ പോയിട്ട് അല്ലാത്തതിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് നഷ്ടപ്പെടും. മുൻഗണനാക്രമങ്ങളുണ്ട്. മുൻഗണനാക്രമം ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓടിയെത്തൂല. നമ്മൾ ഓടിയെത്താൻ കഴിയില്ല. അദ്കാറുകളുടെ ലോകം അങ്ങനെയാണ്. ചിലരൊക്കെ വെറുതെങ്കിലും ആളുകൾ എന്തെങ്കിലും കണ്ണേറുണ്ട് അല്ലെങ്കിൽ സിഹറാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാ രാത്രിയും ഒരു 15 അൽബക്കർ ഓതണം കേട്ടോ. റഹ്മാനായ റബ്ബേ, എന്ത് ചെയ്യൂ ഈ മനുഷ്യൻ? ഒരു അൽബക്കറക്ക് വേണം മിനിമം 2-2.5 മണിക്കൂർ. അല്ലെങ്കിൽ ഡെയിലി അൽബക്കറ ഓതി തീർക്കണം. കഴിയൂല. ചിലപ്പോൾ മനുഷ്യൻ തളർന്നു പോകൂലേ? പിന്നെ പറയും 33 യാസീനും ഓതണം ഉറങ്ങേണ്ട മുമ്പ് എന്ന്. യാ റബ്ബി, മനുഷ്യൻ പിന്നെ എപ്പോഴാണ് ഉറങ്ങുക? ഇങ്ങനെ ആളുകളെ ലോക്ക് ചെയ്യും ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ആളുകൾക്ക് ജനങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതേ ജനങ്ങളോട് പറയാവൂന്നാണ് ഒന്ന്. പിന്നെ ദീനിനെ ഭാരമാക്കി കൊടുക്കരുതെന്നുണ്ട്. അത് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞു കൊടുക്കുക. എന്നും കിടന്നുറങ്ങേണ്ട മുമ്പ് 1500 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ചിലപ്പോൾ പറ്റിയേക്കാം, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. 4 സ്വലാത്തൊരു 4444 ഒരു രാത്രിനെ പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് എവിടെ നടക്കാനാണ്? അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ. ജോലിക്കും പണിക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാണ്. എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദീനിനെ വല്ലാണ്ടങ്ങോട്ട് മുറുക്കി പിടിച്ചാൽ ദീൻ നിങ്ങളെ ചവിട്ടി താഴ്ത്തുകയും നിങ്ങൾക്ക് മീതെ ദീൻ അതിജയിക്കുകയും നിങ്ങൾ തോറ്റുപോവുകയും ചെയ്യും എന്നാണ് അതിനർത്ഥം. നമുക്ക് പൊക്കാൻ പറ്റുന്നൊരു സംഗതി ഉണ്ട്. ആ ബാലൻസ് കീപ്പ് ചെയ്യൽ ദീനിൽ വലിയൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. എല്ലാം കൂടെ കൊണ്ടുനടക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കേഷനലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളുണ്ടാവും. ഇത് എന്നും ഡെയിലി കൊണ്ടുനടക്കാൻ പ്രയാസമായിരിക്കും. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു എമൗണ്ടേ എടുക്കാൻ പാടുള്ളൂ. ഭാര്യ നിസ്കാരം കൊണ്ട് നിസ്കാരമാണ്, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നില്ല, ചായ കൊടുക്കാനും പറ്റില്ല, ഒരു മുസല്ലി നേടിയിട്ട് വേണ്ടേ? അങ്ങനെ ആയിപ്പോയാൽ ജീവിതത്തിൻ്റെ വലിയ ഒരു ധർമ്മം തൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയാതെ, വലിയ കൂലിയുള്ള കാര്യം തൻ്റെ ഭർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇവിടെ സ്വലാത്തും ദിക്റും കഴിഞ്ഞിട്ട് വേണ്ടേ? അങ്ങനെ ആയിപ്പോവരുത്. മാതാപിതാക്കളെ നോക്കാൻ പറ്റുന്നില്ല, മക്കളൊന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുന്നില്ല, മദ്രസക്ക് ഒരുക്കാൻ പറ്റുന്നില്ല, എന്തേ? ഉമ്മാനെ ദിക്റും സ്വലാത്തും കഴിഞ്ഞിട്ട് കിട്ടണ്ടേ? അങ്ങനെ ആയിപ്പോവരുത്. മക്കളെ നോക്കുന്നതും കൂലിയുള്ള കാര്യമാണ്, ഭർത്താവിനെ നോക്കുന്നതും കൂലിയാണ്, അതിഥികളെ സൽക്കരിക്കുന്നത് കൂലിയുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യണം, ബാലൻസ് കൊണ്ട് നടക്കണം. ഏറ്റിയാൽ പൊങ്ങാത്ത് തലയിലെടുത്ത് വെച്ചാൽ നിങ്ങൾ തോറ്റുപോവുകയും ദീൻ അതിജയിക്കുകയും ചെയ്യും. ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം, പെട്ടെന്ന് നാം ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഇടപെടുമ്പോൾ പെട്ടെന്ന് ഒരുപാട് ആളുകൾ എതിർക്കാനും പലതും അഭിപ്രായങ്ങൾ പറയാൻ തോന്നും. ഇതൊരു അനുഭവമാണ്. കാരണം താങ്ങാൻ പറ്റാത്ത, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്രത്തോളം പല ദിക്റുകൾ പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്ന, അതോദണം ഇതോദണം ദഹീഫായ ഹദീസിൽ വന്ന ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ, മൗദൂആയ ഹദീസുകളൊക്കെ പറഞ്ഞ്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഈ ദിക്റുകൾ പോലും അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം മറ്റുള്ള വിഷയത്തിലേക്ക് നൽകുന്ന ഒരുപാട് ഇടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ, അതുപോലെ ഈ ഓൺലൈൻ മജ്ലിസ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നമ്മുടെ വീടുകളിൽ വരെ കലാപങ്ങൾ ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ കൃത്യമായി നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൃത്യമായി ശ്രദ്ധിക്കാൻ സമയമില്ല. എനിക്ക് ആ മജ്ലിസ് കേൾക്കാനുണ്ട്, ഈ മജ്ലിസ് കേൾക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മദ്രസയിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്കും പ്രയാസമാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, ഭർത്താവിന് കൃത്യമായി ജോലി, ഭർത്താവിനെ നോക്കലും മക്കളെ സ്കൂളിലേക്ക് അയക്കലും മക്കളെ ഇതെല്ലാം വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതൊക്കെ നാം കൃത്യമായി ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നു. നമ്മുടെ വീട് ജോലിയും ചെയ്യാതെ വീടിൻ്റെ പണിയൊന്നും, അതൊക്കെ അവിടെ അലങ്കോലമായിരിക്കുമ്പോൾ ഓൺലൈൻ മജ്ലിസ് എന്ന് പറഞ്ഞ് പലരും അതിൻ്റെ പിന്നാലെ പോകണ്ട എന്നല്ല പറയുന്നത്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ദിക്റുകൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ മാറണമെങ്കിൽ ഇത് സൂറത്തുൽ ബഖറ ഒരു 10 തവണ ഓതണം, അല്ലെങ്കിൽ 15 തവണ ഓതണം. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്തത്, അവരല്ലെങ്കിൽ തന്നെ പ്രയാസത്തിലാണ്. വീണ്ടും അവർക്ക് പിന്നെ ഒരു ഉസ്താദന്മാരെ വെച്ച് വീണ്ടും പിന്നെയും പ്രയാസത്തിലാണ്. ഇത്തരെല്ലാം ചെയ്തിട്ട് പോലും ഒരു നേട്ടവുമില്ല എന്നാണ് പിന്നെ അവരുടെ പരാതി. ഒരിക്കലും ദീൻ ഒരാളുടെ മേലെ പ്രയാസപ്പെടുത്തുക, ഒരുത്തിന് കഷ്ടപ്പാടുണ്ടാക്കുന്ന രീതിയിലാകരുത്. നമുക്ക് ഓൺലൈൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ അതൊക്കെ അതിൻ്റെ പിന്നാലെ കൂടി വീട്ടിൻ്റെ കാര്യത്തിനും ഭർത്താവിൻ്റെ കാര്യത്തിനും കുടുംബത്തിൻ്റെ കാര്യത്തിനും ഒരു ശ്രദ്ധയുമില്ലാതെ അവർ സ്വർഗത്തിൽ എത്തിയതുപോലെ ആ രീതിയിലൊക്കെ നമുക്ക് നിർബന്ധമായ ബാധ്യതകൾ നാം നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ ഭാര്യമാരോടും ഭാര്യമാരുടെ ഭർത്താക്കന്മാരോടും മക്കളോടുള്ള കടമകൾ, മക്കൾക്ക് ഉമ്മയോടുള്ള ഇത്തരത്തിലുള്ള കടമകൾ നിർവഹിക്കണം. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്കും മജ്ലിസ് ദിക്റൊക്കെ വലിയ പ്രതിഫലമുള്ള കൂലിയുള്ള കാര്യമാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നാം ചെയ്യുമ്പോൾ തീർച്ചയായും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ കമൻറ്റിലൊക്കെ എഴുതുന്ന കാണാൻ, ഉസ്താദ് 2 മണിക്ക്, ചില ആൾ ഉസ്താദ് നിങ്ങൾ 2 മണിക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങരുതെന്ന്. കാരണം 2 മണിക്ക് തുടങ്ങിയാൽ, നിങ്ങൾ 2 മണിക്ക് തുടങ്ങിയാൽ പോലും എഴുന്നേറ്റ് പെണ്ണുങ്ങൾ അത് കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം 2 മണിക്ക് തുടങ്ങിയാൽ പിന്നെ തീരെ ഉറക്കില്ലാതാവും. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വീട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. ഈ വീണ്ടും രാത്രിയും പകലും എല്ലാ നിലക്കും ക്ലാസ് ആയാൽ പിന്നെ അത് വലിയ കുടുംബത്തിൽ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് രാത്രി തുടങ്ങരുത്, ക്ലാസ് ചുരുക്കണമെന്നിങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർ നാം ഒരുപാട് കണ്ടവരാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഏറ്റവും നിർബന്ധമായ ബാധ്യതകൾ നിറവേറ്റി മറ്റുള്ള സമയങ്ങളും, അത് പിന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ചെറിയ ലഹീഫായ ഹദീസുകൾ പിടിച്ച് ബുദ്ധിമുട്ടിപ്പെടുത്തുന്ന രീതിയിൽ നാം ക്ലാസ് എടുത്ത് ആ മനുഷ്യന്മാരെ ഒരു പ്രയാസത്തിൽപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ കൃത്യമായി കാണുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ദീനിയായ കാര്യങ്ങൾ പഠിച്ച് നല്ല നിലക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ കാണിക്കാൻ കാരണം ഉസ്താദന്മാരെ ഒരുപാട് സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരപ്പോൾ ഇത് കേളുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ, പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഉസ്താദിന് എന്തോ ഇതിൽ കാര്യമുണ്ടോ എന്ന് വിചാരിച്ചു പോകും. അതുകൊണ്ട് നാം നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ വിഷയത്തെക്കുറിച്ച്, നമുക്ക് നമ്മുടെ അത്യാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധയിൽ വേണം. പിന്നെ ദീനിനെ ഒരു പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും ചെയ്തു പോകരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.